അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മറ്റൊരു വീഡിയോയുമായിട്ടാണ്. നമ്മുടെ മിനിക്കോയിലെ കുറച്ച് കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലക്ഷദ്വീപിലെ തന്നെ ഏറ്റവും വലിയ ലൈറ്റ് ഹൗസ് കാണാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മുടെ മിനിക്കോയ് ദ്വീപിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ലക്ഷദ്വീപിൽ വേറെ ദ്വീപുകളിലുണ്ട്, ഒരു 3 ദ്വീപുകളിലൊക്കെ ലൈറ്റ് ഹൗസ് ഉണ്ട്. പക്ഷേ ബ്രിട്ടീഷുകാർ പണിത ഒരൊറ്റ ലൈറ്റ് ഹൗസ് മാത്രമേ ലക്ഷദ്വീപിലുള്ളൂ. അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഏറ്റവും വലിയ ലൈറ്റ് ഹൗസ് ആയിട്ടാണ് അത് ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ലൈറ്റ് ഹൗസിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് പോകാം. ബാ. ഈ നാട്ടിലെ പ്രാധാന്യമേറിയതും കൗതുകമുണർത്തുന്നതുമായ ഒന്നാണ് ദീപസ്തംഭം അഥവാ ലൈറ്റ് ഹൗസ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് 1883 ആരംഭിച്ച് 1885 ഫെബ്രുവരി 2 സ്ഥാപിതമായ ഈ ലൈറ്റ് ഹൗസ് ഈ നാടിൻ്റെ തെക്കേ അറ്റത്താണ് സ്ഥിതി ചെയ്യുന്നത്. മുമ്പ് ഈ ലൈറ്റ് ഹൗസ് ഏഷ്യ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് ഹൗസ് ആയിരുന്നു. ലണ്ടനിലെ ബോർഡ് ഓഫ് ട്രേഡ് എന്ന വ്യാപാര സംഘടനയുടെ അധീനതയിലായിരുന്നു ഇത്. ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയാണ് ജെയിംസ് നിക്കോളാസ് ഡഗ്ലസ്. ഇദ്ദേഹമാണ് ഈ ലൈറ്റ് ഹൗസിൻ്റെ ആർക്കിടെക്ചർ. ഇദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലാണ് ഈ ലൈറ്റ് ഹൗസ് പണിതിട്ടുള്ളത്. ഇപ്പോൾ നമ്മളിതിൻ്റെ കവാടത്തിലെത്തിയിരിക്കുകയാണ്, അതായത് മുകളിലേക്ക് നമ്മൾ പോകാൻ പോവുകയാണ്. അതിനു മുമ്പുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. കേരളത്തിലെ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ലൈറ്റ് ഹൗസുകൾ ഉള്ളത് എന്നുള്ളതിൻ്റെ ഒരു വിശദ വിവരവും ഈ ഒരു മാപ്പിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് ഈ സ്റ്റെപ്പിൽ കൂടി കയറണം മുകളിലേക്ക്. കുത്തനെയുള്ള സ്റ്റെപ്പുകളാണ്, എന്ന് വെച്ചാൽ വളഞ്ഞ് അങ്ങനെയൊക്കെയാണ് ഈ സ്റ്റെപ്പുകൾ ഉള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇപ്പം ഞാൻ കയറിക്കൊണ്ടിരിക്കുന്ന ഈ സ്റ്റെപ്പുകൾ പോലെയുള്ള 26 വീതമുള്ള 6 ജോഡികൾ ഉണ്ട്. 26 വീതമുള്ള 6 ജോഡികൾ. അപ്പോൾ ടോട്ടൽ 156 സ്റ്റെപ്പുകളാണ് ഉള്ളത് ഈ ഒരു മോഡൽ. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 28 സ്റ്റെപ്പും കൂടിയുണ്ട്. അപ്പോൾ ഒരു ടോട്ടൽ 184 സ്റ്റെപ്പുകൾ കയറണം. അതിനുശേഷം ഏറ്റവും മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ളത് കുത്തനെയുള്ള ഒരു 14 സ്റ്റെപ്പുകളാണ്. അപ്പോൾ ഒരു പകുതിയൊക്കെ ആയപ്പോൾ തന്നെ ഞാനങ്ങ് കുഴഞ്ഞിരിക്കുകയാണ്, എങ്ങനെയും കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ വിശദ വിവരങ്ങളിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഈ ലൈറ്റ് ഹൗസ് കൊളംബിയയിലെ ഇംപീരിയൽ ലൈറ്റ് ഹൗസ് സർവീസ് പ്രസിഡൻറ്റിൻ്റെ ചാർജിൽ 6 മാസത്തിലൊരിക്കൽ ലൈറ്റ് ഹൗസ് പരിശോധിച്ചു വന്നിരുന്നു. ഇന്ന് ഈ ലൈറ്റ് ഹൗസിന് 2ാം സ്ഥാനമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിന് 49.5 മീറ്റർ ഉയരമുണ്ട്. ഓരോ 5 സെക്കൻഡിലും പ്രകാശം പരത്തുന്ന ഷൈനിങ് മിററുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇവിടെയുണ്ടായിരുന്ന പ്രിസൺ 40 നോട്ടിക്കൽ മൈൽ ദൂരം വരെ പ്രകാശം പതിപ്പിക്കുന്നതായിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് ഭരണത്തിനു ശേഷം പിന്നീട് വന്ന ഭരണാധികാരികൾ ഈ പ്രിസം ഇവിടെ നിന്നും മാറ്റി. ഇന്നുള്ള പ്രിസം മുമ്പുണ്ടായിരുന്നതിൻ്റെ നേർപകുതിയാണ് പ്രകാശം പരത്തുന്നത്. ഈ നാട്ടിലെ അന്നത്തെ നാട്ടുരാജാവിനെ ബ്രിട്ടീഷുകാർ തറക്കല്ലിടാൻ ക്ഷണിച്ചുവെങ്കിലും അയാൾക്ക് പകരമായി മക്കൾ തറക്കല്ലിട്ടുവെന്നും അതിന് സമാനമായി ബ്രിട്ടീഷുകാർ സ്വർണത്തിൻ്റെ തേപ്പ് കത്തിയും വെള്ളിയുടെ ചുറ്റികയും കൊടുത്തുവെന്നും പറയപ്പെടുന്നു. ഇന്ത്യ സ്വാതന്ത്ര്യത്തിനു ശേഷവും, അതായത് സ്വതന്ത്രമായതിനു ശേഷവും ഇതിൻ്റെ മേൽ ബ്രിട്ടീഷ് പതാകയുണ്ടായിരുന്നു. 1956 ഏപ്രിൽ 1 ഇത് മാറ്റി ഇന്ത്യൻ പതാക ഉയർത്തിയത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലൈറ്റ് ഹൗസിനെ കുറിച്ചിട്ടുള്ള ആധികാരികമായ കുറച്ച് വിവരങ്ങൾ എനിക്ക് കിട്ടിയത് എൻ്റെ ഒരു ഫ്രണ്ട് ഹൻസാന കബീർ ഓർമ്മകളിലൂടെ എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ മിനിക്കോയെ കുറിച്ചിട്ട് ഒരു അധ്യായം തന്നെയുണ്ട്. അതിൽ നിന്നാണ് ഞാൻ ഈ ലൈറ്റ് ഹൗസിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ചത്. അപ്പോൾ ഈ തരുണത്തിൽ അവരോടുള്ള എൻ്റെ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ലൈറ്റ് ഹൗസിൻ്റെ ഏറ്റവും മുകളിൽ നിന്നുള്ള മനോഹരമായ മിനിക്കോയ് ദ്വീപിൻ്റെ കാഴ്ചകളാണ് ഈ കാണുന്നത്. എനിക്ക് മുകളിൽ നിന്നിട്ട് താഴേക്ക് നോക്കിയപ്പോൾ തന്നെ തലകറക്കം വന്നു, ഛർദ്ദിക്കാനൊക്കെ തോന്നി, കാരണം തല കറങ്ങിയിട്ടാണ്. പക്ഷേ ഈ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ തന്നെ നമുക്ക് കുറച്ചൊക്കെ ഒരു തലകറക്കമൊക്കെ നിൽക്കും. എന്നാലും കാലിൻ്റെ വിറയലൊക്കെ ഏറ്റവും മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് നോക്കാൻ. പക്ഷേ നമ്മൾ എങ്ങനെയെങ്കിലും നോക്കും.
അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് മുകളിലേക്ക് കയറിയ ഒരു ബുദ്ധിമുട്ട് താഴേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ താഴേക്ക് ഇറങ്ങിക്കൊണ്ട് വരികയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്ക് കയറുമ്പോൾ വെള്ളവും എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകണമായിരുന്നു കുടിക്കാനുള്ളത്. ഭയങ്കര ദാഹം വന്നുപോയി മുകളിലെത്തിയപ്പോഴേക്ക്. താഴേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഭയങ്കര പരവേശം പോലെ ആയിരുന്നു എനിക്ക്. അവസാനം നമ്മൾ താഴെ എത്തിയിരിക്കുകയാണ്. കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും മിനിക്കോയ് ദ്വീപിലെ ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ താഴേക്ക് ഇറങ്ങി നമ്മൾ ഏറ്റവും അടിയിലെത്തിയിരിക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.